മാർച്ച് 16 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ ഹെറിബർട്ട്, വിശുദ്ധ അബ്ബാൻ, വിശുദ്ധ അബ്രാഹം, വിശുദ്ധ ആനിനൂസ്. വിശുദ്ധ ഹെറിബർട്ട് 970-1021 കാലഘട്ടത്തിലാണ് വിശുദ്ധ ഹെറിബർട്ട് ജീവിച്ചിരുന്നത്. വെയിംസിലെ ഹ്യൂഗോ പ്രഭുവിന്റെ മകനാണ് ഹെറിബർട്ട്. കത്തീഡ്രൽ സ്കൂളിൽ വിദ്യാഭ്യാസം നേടി. 994 24-ാമത്തെ വയസ്സിൽ അദ്ദേഹം വൈദികനായി. അനന്തരം ഓട്ടോ തൃതീയൻ ചാൻസലർ എന്ന നിലയിൽ അദ്ദേഹം സമർത്ഥമായി ജോലി ചെയ്തു. 999 കൊളോൺ ആർച്ച് ബിഷപ്പായി നിയമിതനായി. ചക്രവർത്തിയായിരുന്ന ഹെൻറി ദ്വിതീയൻ ആർച്ച് ബിഷപ്പിനെ കുറെ നാൾ തടവിൽ പ്രാർപ്പിച്ചു. പിന്നീട് ചക്രവർത്തി തെറ്റ് മനസ്സിലാക്കി മാപ്പ് ചോദിച്ചുവെങ്കിലും മരണം വരെ കാര്യമായ സ്നേഹമൊന്നും ആർച്ച് ബിഷപ്പിനോട് പ്രകടിപ്പിച്ചില്ല. ആർച്ച് ബിഷപ്പാകട്ടെ തന്റെ കഴിവുപോലെ ചക്രവർത്തി സഹായിച്ചും ശുശ്രൂഷിച്ചും പോന്നു. ലക്സംബർഗ് രാജകുടുംബവും ഉണ്ടായിരുന്നു ചക്രവർത്തിയുടെ വഴക്ക് തീർക്കാൻ. ആർച്ച് ബിഷപ്പ് തന്റെ സ്വാധീനം മുഴുവനും ഉപയോഗിക്കുകയുണ്ടായി. എങ്കിലും ആർച്ച് ബിഷപ്പ് മരിച്ച വർഷം മാത്രമാണ് ഹെൻറി പൂർണ്ണമായും രമ്യപ്പെട്ടത്. ജീവിതകാലത്ത് തന്നെ ജനങ്ങൾ ആർച്ച് ബിഷപ്പിനെ ഒരു പുണ്യവാനായിട്ടാണ് കരുതിയിരുന്നത്. ആശ്രമങ്ങളും ദേവാലയങ്ങളും സ്ഥാപിക്കുന്നതിൽ പ്രദർശിപ്പിച്ച ഔദാര്യം അദ്ദേഹത്തിന്റെ തീഷ്ണതയ്ക്ക് തെളിവാണ്. അദ്ദേഹത്തെ സംസ്കരിച്ചിരിക്കുന്ന ഡെയ്റ്റ്സ് ആശ്രമം അദ്ദേഹം പണിയിപ്പിച്ചതാണെന്നാണ് പറയപ്പെടുന്നത്. ഒരു ബിഷപ്പ് എങ്ങനെയായിരിക്കണമെന്ന് വിശുദ്ധ ഹെറിബർട്ട് പ്രായോഗികമായി ഒരു മാതൃകയായിരുന്നു. അദ്ദേഹം സമാധാനപരമായ ഒരു മനുഷ്യനായിരുന്നു. തികച്ച അച്ചടക്കശീലം ഉള്ളവനായിരുന്നു. ഒരു വിശുദ്ധനായിരുന്നെങ്കിലും പണത്തിന്റെ മൂല്യം അറിയുകയും തന്റെ പേരെപ്പോഴും ദരിദ്രർക്കിടയിൽ പങ്കിടാൻ ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. നല്ല പ്രാർത്ഥനാശീലമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഒരിക്കൽ വരൾച്ചയുടെ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകൾക്ക് മറുപടിയായി വലിയൊരു പേമാരി പെയ്യുകയും വിളവ് രക്ഷിക്കുകയും ജനങ്ങളെ ക്ഷാമത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു. ജീവിതകാലത്ത് തന്നെ ഒരു വിശുദ്ധനായി അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. വരൾച്ചയ്ക്കെതിരെ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. നല്ല ഇടനായ എൻ്റെ ഈശോയെ, വിശുദ്ധ ഹെറിബർട്ടിനെ പോലെ ശാന്തവും ലളിതവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. വിശുദ്ധനായ ഹെറിബർട്ടെ, ലോകത്ത് ഉള്ള എല്ലാ മിഷണറി പ്രവർത്തകർക്കും വേണ്ടി പിതാവായ ദൈവത്തോട് നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.